ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് രഞ്ജിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഹെയർ സ്മൂത്തനിങ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. എൻ്റെ ഹെയർ ടെക്സ്ചർ പഫി ആൻഡ് വേവി ആണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ടാങ്കിൾഡ് ആവുന്നത്. സോ അത് കാരണമാണ് നമ്മൾ സ്മൂത്തനിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഹെയർ സ്മൂത്തനിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ലോറിയൽ എക്സ്റ്റെൻസോൻ്റെ ഷാമ്പൂ ആണ്. ഇത് നമ്മൾക്ക് ഹെയർ വാഷിനും പ്ലസ് ആഫ്റ്റർ കെയറിനും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് സ്മൂത്തനിങ് ക്രീമാണ്. അത് നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റൻറ്റ് വൺ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് എൻ്റെ ഹെയർ കെമിക്കലി ട്രീറ്റഡ് അല്ലാത്തത് കൊണ്ടും വെർജിൻ ആയതുകൊണ്ടും നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ വല്ലതും ആണെങ്കിൽ അവർ റെസിസ്റ്റൻറ്റ് സ്മൂത്തനിങ് ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പം കുറച്ച് മൈൽഡാണ് കെമിക്കൽസ്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രലൈസർ. അതും നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റൻറ്റ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെയർ സ്ട്രൈറ്റ്നർ വേണം ആൻഡ് ഒരു ഡ്രയർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ സ്മൂത്തിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെയർ ഡബിൾ വാഷ് ചെയ്യുക. നല്ലപോലെ ലോറിയൽ എക്സ്റ്റൻസോൻ്റെ ഷാമ്പൂ തന്നെ ഉപയോഗിച്ച് ഹെയർ നല്ലപോലെ വാഷ് ചെയ്ത് ഒരു ഡേർട്ടും ഒന്നും പാടില്ല ഹെയറിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെയർ ഡ്രൈയിങ് ആണ്. അത് നമ്മൾ ആക്ച്വലി നമ്മുടെ ഹെയർ 50 to 60% മാത്രം ഡ്രൈ ചെയ്താൽ മതി. കാരണം സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ കുറച്ച് വെറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്മൂത്ത് ആയിരിക്കും. ബട്ട് ഞാൻ ഓർക്കാതെ ഫുള്ള് ഹെയർ ഡ്രൈ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത്. സോ അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു. ലാസ്റ്റിൽ ഞാനൊരു കുറച്ച് സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷന് കണ്ടിന്യൂ ചെയ്തത്. ദെൻ നമ്മൾ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മുടെ ഹെയർ സെക്ഷനിങ്. അത് നമ്മുടെ ഓൺ പേഴ്സണൽ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഹെയർ സെക്ഷൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ സെക്ഷനിങ് രീതി വേറെയാണ്. ബട്ട് നമ്മളിത് ഓണായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കംഫർട്ടബിൾ ആകുന്ന അനുസരിച്ച് നമ്മൾ സെക്ഷനിങ് ചെയ്യുക. ദെൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നമ്മുടെ സെക്ഷനിങ് പ്രോസസ്സ് ആണെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആണെങ്കിലും സ്മൂത്ത് ആയിട്ട് പോകും. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, ആപ്ലിക്കേഷൻ കുറച്ച് ഹാർഡായിരുന്നു. ബിക്കോസ് എൻ്റെ ഹെയർ 100% ഡ്രൈ ആക്കിയായിരുന്നു അതുകൊണ്ട്. സോ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് നമുക്ക് ഹെയർ 50 to 60% മാത്രം ഡ്രൈ ചെയ്താൽ മതി. കുറച്ച് വെട്ടായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുൾ പ്രോസസ്സ് ചെയ്യാൻ 45 to 50 minutes ആണ് എടുത്തത്. ബട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് 15 to 20 minutes ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് അതാണ് ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് നമ്മൾ ആദ്യമേ ചെയ്ത മുടി കൂടുതൽ ടൈം ഇരിക്കുകയും ലാസ്റ്റ് ചെയ്യുന്ന മുടി കുറച്ച് ടൈം ഇരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്ത മുടിക്കാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുക. ലാസ്റ്റ് ചെയ്ത മുടിക്ക് ചിലപ്പം അത്രയും റിസൾട്ട് കാണണമെന്നില്ല. സോ ഒന്നുമില്ലെങ്കിൽ പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിനായിട്ട് വിളിക്കുക. ദെൻ നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കാൽപ്പിൽ നിന്നും 1 or 2 inch താഴേക്ക് നീക്കി വേണം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യാൻ. ബിക്കോസ് കെമിക്കൽ ആയതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിനെസ്സിനോ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ വരാനോ സാധ്യതയുള്ളതുകൊണ്ട് ഓൾവേസ് റൂട്ടിനോട് ഇച്ചിരി താഴേന്ന് നമ്മൾ ഈ കെമിക്കൽ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഒരു 40 to 50 minutes കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുൾ ആപ്ലിക്കേഷന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ടൈം കൂടുതൽ എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ടൈമിങ് കുറച്ചായിരുന്നു വെച്ചിരുന്നത്. ഒരു 20 minutes കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഹെയർ സ്റ്റാൻഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സിംഗിൾ ഹെയർ സ്റ്റാൻഡ് എല്ലാ സെക്ഷനിൽ നിന്നും എടുത്ത് നോക്കുക. ആൻഡ് അതിനെ പതുക്കെ 2 കൈയും കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു എസ് ഷേപ്പിൽ നമ്മുടെ ഹെയർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ബോണ്ട് ബ്രേക്ക് ആയെന്നാണ് അർത്ഥം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 minutes കൂടെ വെയിറ്റ് ചെയ്തിട്ട് 5 minutes കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂ എല്ലാ 5 minutes നമ്മൾ ചെക്ക് ചെയ്ത് എപ്പം നമ്മുടെ ഹെയർ ബോണ്ട് ബ്രേക്ക് ആയെന്ന് കാണുന്നോ അന്നേരം നമുക്ക് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഹെയർ ഡ്രൈയിങ് പ്രോസസ്സാണ്. നമ്മൾ നല്ലപോലെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുക. ആൻഡ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്ലെയിൻ വാട്ടർ മാത്രം യൂസ് ചെയ്ത് നല്ലപോലെ ഹെയർ വാഷ് ചെയ്ത് കെമിക്കലെല്ലാം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇതിന് ശേഷമാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് വരുന്നത്, ഹോൾ സ്മൂത്തനിങ് പ്രോസസ്സിലെ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ്. നമ്മൾ എത്ര നല്ലപോലെ ഇപ്പം ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ലാസ്റ്റിൽ വരുന്ന റിസൾട്ട്. നമ്മൾ നല്ലപോലെ ചെറിയ ഹെയർ സ്റ്റാൻഡ് എടുത്ത് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാൻ. സോ ദിസ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എനിക്ക് വേണ്ട പോലെ തന്നെയാണ് സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പോക്കർ സ്ട്രെയിറ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മൈൽഡ് വേവിൽ വെച്ച് തന്നെയാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, ന്യൂട്രലൈസർ ആപ്ലിക്കേഷൻ. ആൻഡ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ഹെയർ വെറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100% ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നാൽ മതി. ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷനിങ് ചെയ്ത പോലെ തന്നെ ന്യൂട്രലൈസറിനും വേണ്ടിയിട്ട് നമ്മൾ സെക്ഷനിങ് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണ് കംഫർട്ടബിൾ എങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ കോമ്പ് നാരോ ടീത്തുള്ള കോമ്പുകളുണ്ടെങ്കിൽ അത് വെച്ച് ബ്രഷ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലിക്വിഡ് ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല.
പിന്നെ ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ സ്മൂത്തിങ് ക്രീം ആണെങ്കിലും ന്യൂട്രലൈസർ ക്രീം ആണെങ്കിലും നല്ല പോലെ ഇമൾസിഫൈ ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. ലൈക്ക് നമ്മൾ സ്പാ ഒക്കെ ചെയ്യുന്ന പോലെ. അതല്ല നിങ്ങൾക്ക് സ്പാ ചെയ്യാൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയ ടീത്തുള്ള കോമ്പ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ നമ്മൾ കോമ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം എടുത്തില്ല. ലൈക്ക് 20 to 25 മിനിറ്റ്സിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫുൾ ഫിനിഷ് ആയിരുന്നു. ആൻഡ് ദെൻ നമ്മൾ ഒരു 20 to 25 മിനിറ്റ്സും കൂടെ ഇത് ഹെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്തത്. അതും നമ്മൾ സിമ്പിൾ പ്ലെയിൻ വാട്ടർ വെച്ചാണ് വാഷ് ചെയ്യേണ്ടത്, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ബ്ലോ ഡ്രൈ ചെയ്യുക. നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ സിൽക്കി, സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫുൾ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്മൂത്തനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ 3 ഡേയ്സിലേക്ക് നമ്മുടെ ഹെയർ ഒന്നും വാഷ് ചെയ്യാൻ പാടില്ല, ടൈ ചെയ്യാൻ പാടില്ല, നമ്മൾ ഇയറിൻ്റെ പുറകിൽ ടക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ ഹെയർ. ഇതെല്ലാം കെയർഫുള്ളി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3 ഡേയ്സ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യുമ്പോഴും നമുക്ക് ഈ സെയിം സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ കിട്ടുന്നതായിരിക്കും. ആൻഡ് 3 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ലോറിയൽ എക്സ്റ്റൻസോൻ്റെ തന്നെ മാസ്ക് ഉപയോഗിച്ചാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. നമ്മൾ ലോറിയൽ എക്സ്റ്റൻസോൻ്റെ ഷാംപൂ ആഫ്റ്റർ കെയറിന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാസ്കും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മൾ 3 ഡേയ്സ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ട് നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്തപ്പോൾ റിസൾട്ടാണിത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.